Hello everyone, welcome back to Surface Chemistry Part 6. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് കെമീസ് ഓപ്ഷൻ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് കെമീസ് ഓപ്ഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. The reactant must get adsorbed reasonably strongly onto the catalyst to become active. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻസ് എന്ത് ചെയ്യണം? കാറ്റലിസ്റ്റിൻ്റെ സൈറ്റിൽ പോയി അഡ്സോർബ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ കാറ്റലിസ്റ്റ് എന്താവുകയുള്ളൂ? ആക്റ്റീവ് ആവുകയുള്ളൂ. സോ ഈ ഒരു അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം, ബട്ട് ഹൈലി സ്ട്രോങ് ആവാൻ പാടില്ല. എന്തുകൊണ്ട് ഹൈലി സ്ട്രോങ് ആവാൻ പാടില്ല എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ഫോം ചെയ്ത ശേഷം നമുക്ക് അതിനെ ഡീസോപ്ഷൻ ചെയ്യണം, അതായത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള റിയാക്റ്റൻ മോളിക്യൂൾസിന് പോയി ഓക്കുപ്പൈ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കണം. സോ പീരിയോഡിക് ടേബിളിൻ്റെ കേസ് എടുക്കുമ്പോൾ ഗ്രൂപ്പ് 5 മുതൽ ഗ്രൂപ്പ് 11 വരെയുള്ള മെറ്റൽസിന് മാക്സിമം ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസസ് ഫ്രം ഗ്രൂപ്പ് 5 ടു ഗ്രൂപ്പ് 11. നെക്സ്റ്റ് ഫീച്ചർ സെലക്ടിവിറ്റി. ദ സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഈൽഡ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ സെലക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ 3 റിയാക്ഷനിലും ഉപയോഗിച്ചിരിക്കുന്ന റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ബട്ട് നമ്മൾ 3 റിയാക്ഷനിലും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് മീഥെയിൻ, സെക്കൻഡ് റിയാക്ഷനിൽ കിട്ടിയത് മെഥനോൾ, തേർഡ് റിയാക്ഷൻ ഫോർമാൽഡിഹൈഡ്. സോ നമ്മൾ ഇവിടെ ഉപയോഗിച്ച റിയാക്റ്റൻസ് ഒക്കെ സെയിം ആണ്, ബട്ട് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ് ഡിഫറെൻ്റ്. അതിനർത്ഥം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു? ആ റിയാക്ഷന് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് മീഥെയിൻ കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിക്കൽ ആസ് എ കാറ്റലിസ്റ്റ്. ആൻഡ് ഫോർ മെത്തനോൾ യൂസ് ചെയ്തത് കോപ്പർ ഇൻ ZnOCr2O3. ആൻഡ് ഫോർ ഫോർമാൽഡിഹൈഡ് കോപ്പർ ആസ് ദ കാറ്റലിസ്റ്റ്. സോ ഇതിനർത്ഥം ഒരു റിയാക്ഷന് ഉപയോഗിച്ച കാറ്റലിസ്റ്റ് നമുക്ക് വേറൊരു റിയാക്ഷന് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള റിയാക്ഷന് നമുക്കൊരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. സോ ദ ആക്ഷൻ ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് ഹൈലി സെലക്റ്റീവ് ഇൻ നേച്ചർ. നെക്സ്റ്റ് ടോപ്പിക് ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് ബൈ സിയോലൈറ്റ്. The catalytic reaction that depends upon the pore structure of the catalyst and the size of the reactant and product molecules is called shape selective catalysis. അതായത് ഒരു കാറ്റലിറ്റിക് റിയാക്ഷൻ അതിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പോർ സൈസിനെയും അതുപോലെ തന്നെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷന് അല്ലെങ്കിൽ കാറ്റാലിസിസിനെ നമ്മൾ എന്ത് പറയും? ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് എന്ന് പറയും. സോ അതിനർത്ഥം ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു കാറ്റലിസ്റ്റ് ആണെന്ന് കരുതുക. കാറ്റലിസ്റ്റിന് എന്തുണ്ട്? കുറേ ഇങ്ങനെ പോർസ് ഉണ്ടാവും. അപ്പോൾ ഈ പോർസിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന സൈസ് ഈ റിയാക്റ്റൻറ്റിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. റിയാക്റ്റൻറ്റ് ഈ സൈസിലുള്ള ഒരു റിയാക്റ്റൻറ്റ് വന്ന് ഇവിടെ അഡ്സോർബ് ചെയ്യപ്പെടണം, എന്നാൽ മാത്രമേ ആ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിനും ഈ സൈസ് തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കില്ല. സോ ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പോർ സൈസിനെയും അതുപോലെ തന്നെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എ ഗുഡ് എക്സാമ്പിൾ ഫോർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ഈസ് സിയോലൈറ്റ്. സിയോലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ സിയോലൈറ്റ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദേ ആർ മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ് വിത്ത് 3-dimensional network of silicates in which some silicon atoms are replaced by aluminum atoms, giving ALOSI framework. സിലിക്കേറ്റിൻ്റെ ഒരു 3-dimensional നെറ്റ്വർക്കിലെ ചില സിലിക്കൺ ആറ്റം റീപ്ലേസ് ചെയ്തിട്ട് അലുമിനിയം ആറ്റംസ് വന്നിട്ട് ഇങ്ങനൊരു ഫ്രെയിം വർക്ക്, അലുമിനിയം, ഓക്സിജൻ, സിലിക്കൺ, ഇങ്ങനെയുള്ളൊരു ഫ്രെയിം വർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? സിയോലൈറ്റായി മാറി. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹാസ് ഹണി കോംബ്-ലൈക്ക് സ്ട്രക്ചർ. അതായത് തേനീച്ചക്കൂട് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് സിയോലൈറ്റിനുള്ളത്. നെക്സ്റ്റ് വൺ, യൂസസ് ഓഫ് സിയോലൈറ്റ്. Zeolite is widely used as a catalyst in petrochemical industries for cracking of hydrocarbons and isomerization. ഹൈഡ്രോകാർബൺസ് ക്രാക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ഐസോമറൈസേഷനൊക്കെ വേണ്ടിയിട്ട് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നത് സിയോലൈറ്റ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിയോലൈറ്റിൻ്റെ പേരാണ് ZSM5. പെട്രോളിയം ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് സിയോലൈറ്റ് ആണ് ZSM5. സോ ഇത് ചിലപ്പോൾ എൻട്രൻസിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ZSM5ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്ട് ആൽക്കഹോൾ ഡയറക്ട്ലി ഇൻറ്റു ഗ്യാസലിൻ. ഗ്യാസലിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ. ആൽക്കഹോളിനെ ഡയറക്ട്ലി എന്താക്കുന്നു? പെട്രോൾ ആക്കുന്നു. ബൈ ഡീഹൈഡ്രേറ്റിംഗ് ദം ടു ഗിവ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. നെക്സ്റ്റ് ടോപ്പിക്, എൻസൈം കാറ്റാലിസിസ്. സോ എൻസൈം കാറ്റാലിസിസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എൻസൈംസ് എന്താണെന്ന് അറിയണം. സോ എൻസൈംസ് ആർ കോംപ്ലെക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പം പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയും ബോഡീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ദേ ആർ ആക്ച്വലി പ്രോട്ടീൻ മോളിക്യൂൾ. ആക്ച്വലി അതൊരു പ്രോട്ടീൻ മോളിക്യൂളാണ് വിത്ത് ഹൈ മോളിക്കുലർ മാസ് ആൻഡ് ഫോം കൊളോയിഡൽ സൊല്യൂഷൻസ് ഇൻ വാട്ടർ. വാട്ടറിൽ അത് കൊളോയിഡ്സ് ഫോം ചെയ്യും. എൻസൈംസ് ആർ വെരി എഫക്റ്റീവ് കാറ്റലിസ്റ്റ്. ദേ catalyze numerous reactions that occur in the bodies of animals and plants to maintain life process. അപ്പം പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റാണ് എൻസൈം എന്ന് പറയുന്നത്. സോ എൻസൈംസിന് നമുക്ക് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള കാറ്റലിസ്റ്റ് ഇൻവോൾവ് ചെയ്ത ഫിനോമിനാസിനെ നമ്മൾ എന്ത് പറയും? ബയോകെമിക്കൽ കാറ്റാലിസിസ്. സോ ഇങ്ങനെയുള്ള കുറേ എൻസൈംസ് നമുക്ക് ലിവിങ് സെൽസിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈം എൻസൈം ലാബിൽ സിന്തസൈസ് ചെയ്തത് 1969 ഇനി നമുക്ക് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ദ ഇൻവേർട്ടേസ് എൻസൈം കൺവേർട്ട് കെയിൻ ഷുഗർ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. C12H22O11 plus H2O gives a invertase is the enzyme C6H12O6 plus C6H12O6. സോ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് എക്സാമ്പിൾ, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു ഈഥൈൽ ആൽക്കഹോൾ. ദ സൈമേസ് എൻസൈം കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. C6H12O6 gives
Cymase 2C2H5OH plus 2CO2. Next one, conversion of starch into maltose. The diastase enzyme converts starch into maltose and the reaction is also given. Next one, conversion of maltose into glucose. The maltase enzyme converts maltose into glucose. Next, decomposition of urea into ammonia and carbon dioxide. The enzyme urease catalyzes this decomposition and the equation also given. Next one, in stomach, the pepsin enzyme convert proteins into peptides, while in intestine, the pancreatic trypsin convert proteins into amino acids by hydrolysis. So, ഇത് ഏത് എൻസൈം ആണ്, എന്ത് പ്രോസസ് ആണെന്ന് ജസ്റ്റ് പഠിക്കുക വേണ്ടു. നെക്സ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻ ടു curd. It is an enzymatic reaction brought about by lactobacilli enzyme present in the curd. സോ ടെക്സ്റ്റിൽ ഇതേപോലെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റാലിസിസ്. എൻസൈം കാറ്റാലിസിസിൻ്റെ യൂണിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്. ഹൈലി എഫിഷ്യൻ്റ് ആണ്. 1 molecule of an enzyme may transform 1 million molecules of the reactant per minute. ഒരു മോളിക്യൂൾ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 1 million molecules of reactantനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. ഈച്ച് എൻസൈം ഈസ് സ്പെസിഫിക് ഫോർ എ ഗിവൺ റിയാക്ഷൻ. 1 catalyst cannot catalyze more than 1 reaction. ഇത് ഓൾറെഡി നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ കാര്യത്തിൽ പഠിച്ചതാണ്. എൻസൈം എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ആണ്. എന്താ, ഹൈലി സ്പെസിഫിക് ആണ്. ഒരു റിയാക്ഷന് വേണ്ടിയിട്ട് ഒരു കാറ്റലിസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻസൈം യൂറിയസ് കാറ്റലൈസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് യൂറിയ ഓൺലി. ഇറ്റ് ഡസ് നോട്ട് കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എനി അതർ amide. നെക്സ്റ്റ് പോയിന്റ്, highly active under optimum temperature. The rate of a enzyme reaction become maximum at a definite temperature called the optimum temperature. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, എൻസൈമിൻ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓൺ ദ എയ്തർ സൈഡ് ഓഫ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ദ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ്. അതായത് ഈ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും ഹൈ റേറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ താഴെയും ഒപ്റ്റിമം ടെമ്പറേച്ചർ കഴിഞ്ഞാലും എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് എൻ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് 298 to 310 Kelvin. ഈ ഒരു റേഞ്ചിലാണ് ഒപ്റ്റിമം ആക്ടിവിറ്റി കിട്ടുന്നത്. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ബീയിങ് 310 K is suited for enzyme catalyzed reactions. അപ്പോൾ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഒരു 310 റേഞ്ചിൽ വരുന്നതുകൊണ്ട് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് നന്നായി നടക്കും. നെക്സ്റ്റ് പോയിന്റ്, ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH. The rate of enzyme catalyzed reaction is maximum at a particular pH called optimum pH. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ pHയിലായിരിക്കും ഹൈ റേറ്റ് ഉണ്ടാകുന്നത്. ആ pHനെയാണ് നമ്മൾ ഒപ്റ്റിമം pH എന്ന് പറയുന്നത്. വിച്ച് ഈസ് ബിറ്റ്വീൻ 5 to 7 റേഞ്ചിലാണ് ഒപ്റ്റിമം pH എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോഎൻസൈംസ്. The enzymatic activity is increased in presence of certain substances known as coenzymes. അപ്പോൾ ചില സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്ന സമയത്ത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് കോഎൻസൈംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് വെൻ എ സ്മോൾ നോൺ പ്രോട്ടീൻ ഓർ വൈറ്റമിൻ ഈസ് present along with an enzyme, the catalytic activity is enhanced considerably. അതുപോലെ തന്നെ ആക്ടിവേറ്റേഴ്സ് ആർ ജനറലി മെറ്റൽ അയോൺസ് സച്ച് ആസ് Na+, Mn2+, CO2+, Cu2+, എക്സെട്ര. അപ്പം മെറ്റൽ അയോൺസിനെയാണ് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ അയോൺസ് എൻസൈമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. വെൻ വീക്ക്ലി ബോണ്ടഡ് ടു എൻസൈം മോളിക്യൂൾ ഇൻക്രീസ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അമൈലൈസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്.
നെക്സ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയിസൺസ്. സോ നമ്മൾ ഓൾറെഡി പോയിസൺസ് എന്താണെന്ന് പഠിച്ചു. എൻസൈംസ് ആർ ഇൻഹിബിറ്റഡ് ഓർ പോയിസൺഡ് ബൈ ദ പ്രസൻസ് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ്. ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, എൻസൈം അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിനെ ഡിക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പോയിസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അതെന്താ ചെയ്യുന്നത്, ഇൻഹിബിറ്റേഴ്സ് ഓർ പോയിസൺസ് ഇൻട്രാക്ട് വിത്ത് ദ ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദ എൻസൈം സർഫേസ് ആൻഡ് reduce or completely destroy the catalytic activity of the enzyme. എൻസൈംസിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റിയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയ്സൺസിന് സാധിക്കും. അപ്പോൾ ചില ഡ്രഗ്സൊക്കെ പോയ്സൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.